ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എന്റെ അടുക്കളയിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. നമുക്ക് പെട്ടെന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളി ചതച്ചത് മസ്റ്റായിട്ട് ചേർക്കണം, ചതച്ച് തന്നെ ചേർക്കണം വെളുത്തുള്ളി കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചോറിന് വേണ്ടിയിട്ട് ഞാൻ അരി ഇവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ അരി ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമല്ല, ചോറുണ്ടാക്കി റൈസ് ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമല്ല. അരി ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് ഇതൊരു 3/4 വേവാകുമ്പോഴേക്കും നമുക്ക് വാർക്കണം. ഈ അരി ഉണ്ടാക്കുന്നതിനകത്തേക്ക് ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. റിഫൈൻഡ് ഓയിലും അതുപോലെ തന്നെ ഉപ്പും നാരങ്ങയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. ഒരു 80% വേവാകുമ്പോഴേക്കും നമുക്ക് ഈ അരി വാർക്കാം കേട്ടോ. അപ്പം നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇത് പാകമാണ് കേട്ടോ. ഇത്രയുള്ള വേഗമുള്ളൂ. എപ്പോഴും ഫ്രൈഡ് റൈസിന് ചോറ് വെക്കുമ്പം വെള്ളം കൂടുതൽ ഒഴിച്ച് വേണം വെക്കാൻ, എന്നാലുള്ള അതിന്റെ സ്റ്റാർച്ച് മാറുള്ളൂ കേട്ടോ. സ്റ്റാർച്ച് ഇന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും ഭയങ്കരമായിട്ട്. അപ്പം അതുകൊണ്ട് വെള്ളത്തിലും കൂടുതൽ വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ച് അരി ഊറ്റിയെടുക്കണം കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അടികട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഇനി ചൂടായി വരട്ടെ കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കണം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അടികട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം. എന്നാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഫ്ലെയിം കൂടുതലിട്ട് വേണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 5-6 വെളുത്തുള്ളി ചതച്ചതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി ചതച്ച് ചേർക്കണം. ഇത് മസ്റ്റാണ്. ഇതാണ് ഫ്രൈഡ് റൈസിന് ഒരു എൻഹാൻസ് ചെയ്യുന്ന ടേസ്റ്റ് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി മതി, ഇഞ്ചി ചേർക്കുകയും ചെയ്യരുത് കേട്ടോ. വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. അതിന് ശേഷം ഞാൻ നമ്മുടെ കറിവേപ്പില ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില മൂത്ത് വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിളും ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം, കരിഞ്ഞു പോകരുത്, എന്നാലും ഒരുവിധം നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്ന എഗ്ഗാണ്. ഞാനൊരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ. ഈ ബീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ഒരു പൊടിക്ക് ഉപ്പും ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. ആ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ എഗ്ഗ് ഒന്നുകൂടി ഒരു മഞ്ഞ കളറ്, നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കളറ് വരും. അതുകൊണ്ടാണ് ഒരു പൊടിക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നത്. കുരുമുളക് പൊടി ഇതിനകത്ത് ചേർക്കുക വേണ്ട, നമുക്ക് അല്ലാതെ ഇതിനകത്തേക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്താൽ മതി. അപ്പം ഞാൻ ആ മുട്ട സെന്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുറച്ച് നേരം ആ സെന്ററിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് ഇതാകട്ടെ. നേരത്തേക്ക് ഇങ്ങനെ ഒന്ന് പതിയൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പതിയൊന്ന് ആ വെജിറ്റബിളുമായിട്ട് ഇപ്പം മിക്സ് ചെയ്യരുത്. ആ സെന്ററിൽ തന്നെ പതിയൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ മതി. അന്നേരം അത് പതിയെ അത് മൂത്ത് വന്നുള്ളൂ. ഒത്തിരി തീ അങ്ങ് കൂട്ടിയിടുകയൊന്നും ചെയ്യരുത്. ശകലം തീ കുറച്ച് വെച്ചിട്ട് സിമ്മിലിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇപ്പം വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോഴേക്കും നിങ്ങളുടെ എരിവിനനുസരിച്ചു, കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അധികം ചേർക്കണ്ട. വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് പൊടിയാണ് നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടേസ്റ്റ് കേട്ടോ. ഇനിയുണ്ടല്ലോ, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇപ്പം വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോഴേക്കും നിങ്ങളുടെ എരിവിനനുസരിച്ചു, കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അധികം ചേർക്കണ്ട. വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് പൊടിയാണ് നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി, പിള്ളേരെ കൺസിഡർ ചെയ്യുക. ഓക്കെ, കുറച്ച് മാത്രം ചേർക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഇതും കൂടി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ സോയ സോസോ അജിനോമോട്ടോയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ നാടനായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. ഓക്കെ, റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൈസ് ചേർത്ത് ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, പൊടിഞ്ഞു പോകാതെ പതിയെ ഇങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ. തീ ശ്രദ്ധിക്കണം, ഒത്തിരി ഫ്ലെയിമിലിട്ട് കരിച്ചു കളയരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൈസ് ഓൾറെഡി ഇപ്പോൾ ഉണ്ടാക്കിയതായതുകൊണ്ട് ചൂടുണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിളും നല്ല ചൂടുണ്ട്. പിന്നെ ഇതിനകത്ത് ചട്ടി ചൂടാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട്, എങ്കിലും ഫ്ലെയിം കുറയ്ക്കുകയും ചെയ്യരുത്, പതിയെ ശ്രദ്ധിച്ച് ഇത് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. യാതൊരു ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വെജിറ്റബിൾ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ചേർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മുട്ട ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു.